ഹലോ ഗായ്സ്, ഞാനിപ്പോൾ സിഡ്നിയിലെ ഐക്കോണിക് ബീച്ചായ ബോണ്ടായി ബീച്ചിലാണ് ഉള്ളത്. സോ അങ്ങനെ ഒരു വീക്കെൻഡ് കൂടെ വന്നിരിക്കുകയാണ്. 2 ആഴ്ചത്തെ വീക്കെൻഡാണ് മഴ കാരണം മുടങ്ങിപ്പോയത്. ഇപ്രാവശ്യത്തെ വീക്കെൻഡും കൂടെ മിസ്സായി കഴിഞ്ഞാൽ ഞാൻ ആ വീക്ക് ഫുള്ള് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബോണ്ടായി ബീച്ചിലേക്ക് വന്നു കേട്ടോ. വിൻ്റർ സീസൺ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് വരാറേ ഇല്ല. കൂടുതലും ഹൈക്കിങ്, ട്രക്കിങ് അങ്ങനെ ആ ഏരിയയിലോട്ട് അങ്ങ് പോകുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് തോന്നി കുറേ നാളായില്ലേ ബീച്ചിലോട്ട് വരാമെന്ന്. സോ ഹിയർ വി ആർ. അപ്പോൾ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 1-1:30 എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാണേ. ലഞ്ചിന് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് സ്നാക്ക് അറ്റാക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മുടെ ഷവർമയിലൊക്കെ കിട്ടത്തില്ലേ, അതുപോലത്തെ ചിക്കണും ഫ്രൈസും പിന്നെ മയോണൈസും നമുക്കിഷ്ടപ്പെട്ട സോസസും ഒക്കെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പം ബോണ്ടായിൽ വന്നാലും ഞങ്ങൾ അതാണ് കഴിക്കാൻ പോകുന്നത്. ഈ സീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല പാറ്റേൺ ഒക്കെ ആയിട്ട്. ഒത്തിരി കടകളുണ്ട് കേട്ടോ, ഒരുപാട് കടകളുണ്ട്. പിന്നെ ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പുതിയ ഫുഡൊന്നും ട്രൈ ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫുഡ് തേടിയാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആ ഷോപ്പിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ആ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് കേട്ടോ, അത് സ്പിറ്റ്സ് കെബാബ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് വീഡിയോ എടുത്തപ്പം. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സ്നാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ ഐറ്റം വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ട് തപ്പിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഷെയ്ഡൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ആരെങ്കിലും എടുക്കുന്നതിന് മുന്നേ ഓടി ഞങ്ങളവിടെ എത്തി കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ നോർമലുണ്ട്, സ്മോളുണ്ട്, ജംബോ ഉണ്ട്. ഞങ്ങൾ വാങ്ങിക്കാറുള്ളത് ജംബോ ആണ്. അതാകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കൂടെ കഴിക്കും. ഇത് കൂടുതലാണ്, പക്ഷേ കുഴപ്പമില്ല, കുറച്ച് നേരം നടക്കാനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ജംബോ തന്നെ വാങ്ങി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ബോണ്ടായി ടു കൂജി കോസ്റ്റൽ വാക്കിനാണേ. അത് കണ്ടോ ഗൈസ്, ഒരു ക്യൂട്ട് കുട്ടി, ഒരു ക്യൂട്ട് വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ബോണ്ടായി ടു കൂജി കോസ്റ്റൽ വാക്ക് ചെയ്യാൻ പോവാണേ. ഒരു 6 കിലോമീറ്ററാണ് അത്. പക്ഷേ 6 കിലോമീറ്റർ ഉണ്ടെങ്കിലും അത് നമുക്കൊരു ഹെക്റ്റിക്കായിട്ട് തോന്നാറേ ഇല്ല, കാരണം ആ ക്ലിഫ്സിൽ നിന്നുള്ള ആ സീ വ്യൂവും പിന്നെ തൊട്ട് സൈഡിലുള്ള ബുഷസും ഒക്കെ കാണുമ്പോൾ നല്ല ഒരു ഗോർജിയസ് വ്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമേ. ബീച്ചിൽ ഇറങ്ങുന്നൊന്നുമില്ല, കാരണം ഞാൻ ഈ ഷൂ ഇട്ടുകൊണ്ടാണ് വന്നത്. കാരണം മെയിൻ എയിം കോസ്റ്റൽ വാക്ക് നടത്തുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് ആകാശത്തോട്ട് നോക്കിയപ്പോഴാണ് ആരോ എന്തോ എഴുതിയിരിക്കുന്നത് പോലെ. ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് ലവ് ആയിരുന്നു. ഇതിപ്പം കുറച്ച് മായിനൊക്കെ പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു ഏമി എന്നെങ്ങാണ്ടെന്ന് തോന്നുന്നത്, ഏമി ഹാർട്ടിൻ്റെ സിമ്പലൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ട് പഠിക്കുക, വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക. ഇനിയാണ് ഗായ്സ് പാട്. ഇറങ്ങിയപ്പോൾ ആവേശത്തിൽ അങ്ങ് ഇറങ്ങി, പക്ഷേ ഈ മണ്ണ് ചവിട്ടി അങ്ങ് അവിടെ കയറുന്നതാണ് പാട്. ഗോഡ്, ബോണ്ടായിട്ട് കൂജി വാക്ക് ചെയ്യാൻ ഇരുന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ടയർഡായിട്ടൊന്നുമല്ല. കണ്ടില്ലേ, ഇതൊരു സാറ്റർഡേ ആയിട്ട് കൂടി വർക്ക് ചെയ്യാണ്. മെട്രോയിൽ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഞാനിപ്പോൾ പോസ്റ്റായി. സാറ്റർഡേ എന്നില്ല, സൺഡേ എന്നില്ല, ഹോളിഡേ എന്നില്ല, വർക്കോട് വർക്ക്. ദാറ്റ് ഈസ് മൈ വർക്ക് ഹോളിഡേ. സിഡ്നിയിൽ 100-ലധികം ബീച്ചസ് ഉണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബീച്ചസ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ബോണ്ടായി ബീച്ച് എന്ന് പറയുന്നത്. പലരും പല ആക്ടിവിറ്റീസാണ് ഇവിടെ വന്നാൽ ചെയ്യാറ്. ഞങ്ങൾ ചെയ്യുന്ന ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഈ കോസ്റ്റൽ വാക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ പോയതിൻ്റെ മുന്നേ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു വാട്ടർഫോൾ പോലെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
വാക്കിങ് ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങ് കിടക്കുകയാണ്. കണ്ടില്ലേ, തൊട്ടപ്പുറത്ത് ബുഷസും ഇപ്പുറത്ത് ബീച്ചും. നല്ല കോസ്റ്റൽ വാക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇവിടെ എത്ര തവണ വന്നെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എന്നാൽ പോലും ഞാൻ ഇതുവരെ മടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെന്താണെന്നറിയത്തില്ല, പതിവിൽ കൂടുതൽ ആളുകളുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. 2 ആഴ്ച മഴ കൊണ്ടുപോയില്ലേ, 2 ആഴ്ചത്തെ വീക്കെൻഡും. അതുകൊണ്ട് എല്ലാവരും ഇപ്രാവശ്യം അങ്ങ് ഇറങ്ങിയതായിരിക്കും. ഈ സമയത്ത് വെയിൽസ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. വിൻ്റർ സീസണിലാണ് അവർ നമ്മുടെ കുറച്ചുകൂടെ കരയ്ക്ക് അടുത്തോട്ട് വരുന്നത്. എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടിരുന്നു, പക്ഷേ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ഇത് കണ്ടോ, പാറയിൽ നിന്ന് വെള്ളം വീഴുന്നത്. മഴ പെയ്തിരുന്നു കേട്ടോ, അതാണ് ചെറിയ ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഗൈസ്, ഈ പൂക്കൾ കണ്ടോ, വെളുത്തിരിക്കുന്ന പൂക്കൾ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ പൂക്കൾ. സ്പ്രിങ് സീസൺ ആവാറായി, അതിൻ്റെയും കൂടെ ആണ്. ഇങ്ങനെ എവിടെ കാണാൻ കിട്ടും? തൊട്ടപ്പുറത്ത് ബീച്ചും ഇപ്പുറത്ത് കുറേ പൂക്കളും മരങ്ങളുമായിട്ട്. പ്ലെയിൻ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു പാണ്ഡ്യയാണ്, എനിക്ക് സ്റ്റെപ്സ് കയറുന്നത് തീരെ ഇഷ്ടമല്ല. ദേണ്ട വേറെ കളറുള്ള പൂക്കൾ. വാവ്, ഞാൻ ഇത്രയും പൂക്കൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. മേ ബി ഈ സമയത്ത് ആയിരിക്കും പൂക്കളൊക്കെ വിരിയുന്നത്, പിന്നെ അത് പൊഴിഞ്ഞു പോവുമായിരിക്കും. അവിടെയൊക്കെ ഉണ്ട് കണ്ട, ഇവിടെയൊക്കെ ഉണ്ട് പൂക്കൾ. ഓ, ഇതൊക്കെ അത് ഈ കളറുള്ള പൂക്കളുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐ മീൻ ഈ ഒരു ഷേപ്പിലെ പൂക്കൾ. കണ്ട കണ്ട, ക്യൂട്ട്, നല്ല മണവുമുണ്ട്. കണ്ട, ഓ മൈ ഗോഡ്. ഗൈസ്, പൂക്കൾ കണ്ട് 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 ഞാൻ ദേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സീറ്റുകൾ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടൊരു ചുമന്ന പൂ. സൈഡിൽ കാടാണെങ്കിൽ മറ്റൊരു സൈഡിൽ ബീച്ച്. അതാണ് കേട്ടോ ബോണ്ടായി ടു കൂജി കോസ്റ്റൽ വാക്കിൻ്റെ ഒരു പ്രത്യേകത. അയ്യോ, വേണ്ടും സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ് എന്നെ കൊണ്ടേ പോകുമെന്ന് തോന്നുന്നു. ഇതൊരു കിടുക്കാച്ചി ഫോട്ടോജനിക് പ്ലേസ് ആണ്. ഏത് ആംഗിളിൽ നിന്നും ഏത് സ്ഥലത്ത് നിന്ന് എടുത്താലും നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. ആ ടർക്കോയ്സ് കളർ ഉണ്ടോ ഓഷ്യനിലെ? നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഓഷ്യൻ വ്യൂ കിട്ടും കേട്ടോ. അതാണ് ആൾക്കാരൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്നത്. സൂപ്പർ ആയിട്ടുള്ള കാണാൻ. ഞങ്ങൾ കൂജി വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ ഫോട്ടോജനിക് സ്പോട്ടും കാണുമ്പോഴും ഞാൻ അവിടെ നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. അങ്ങനെ സമയം പോകുന്നതേ അറിയുന്നില്ല കേട്ടോ. ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കുക. ഇനി എപ്പോൾ അങ്ങ് കൂജി എത്താനാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറേ ചെറിയ ചെറിയ ബീച്ചസ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു ബീച്ച് പോലും ഞങ്ങൾ ഇതുവരെ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഓ, നല്ല കാറ്റാണ്. അയ്യോ, വലിയൊരു കുഴി. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അയ്യോ,
കുറച്ച് നേരം നടന്നപ്പോൾ ഞങ്ങളിത് ഈ സ്പോട്ട് കണ്ടേ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, മഴ പെയ്തതുകൊണ്ടാണ് ഈ റോക്കിലൊക്കെ വെള്ളം വീണത്. എന്ത് ഷെയ്പ്പായിട്ടാണ് ഓരോ റോക്ക് ഫോർമേഷൻസും. കുറച്ച് നേരം ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ തോന്നുന്നു. നോക്കട്ടെ ഗൈസ്, സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വെയിലിനെ കാണാൻ പറ്റും കേട്ടോ. ഞാനിങ്ങനെ വായി നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ കുറേ പേര് കൂവിയപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് അവിടെ വെയിലുണ്ട്. ആ കിട്ടി 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 കിട്ടി. ഓ അത് കിടക്കാച്ചി അത്യാവശ്യം നന്നായിട്ട് കിട്ടി. ഞാൻ ഇതിനകത്താ കണ്ടത്. ഏതായാലും ഞങ്ങളവിടെ ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണേ. അവിടെ വെയിൽ വരുമെന്നോ ഒന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നുണ്ടായിരുന്നില്ല. കുറേ പേരിങ്ങനെ കൂവുന്നതൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങളും ശ്രദ്ധിച്ചത്. ഏതായാലും ഭാഗ്യമുണ്ടായി. ആദ്യമായിട്ടാണ് ഞാൻ ബോണ്ടായി എന്നല്ല, ആദ്യമായിട്ടാണ് ഞാൻ വെയിലിനെ തന്നെ നേരിട്ട് കാണുന്നത്. ബോണ്ടായിൽ ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വെയിൽസിനെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൂടുതൽ സമ്മർ സീസണിലല്ലേ വരാറുള്ളത്. വിൻ്ററിലാണെന്ന് തോന്നുന്നു ഇത് കൂടുതലായിട്ടും ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഈ കോസ്റ്റൽ വാക്കിൻ്റെ ഇടയിൽ വരുന്നൊരു ബീച്ച് എത്തിയിട്ടുണ്ട്. അത് ടാംബ്രാമ ബീച്ചാണേ. കുട്ടി കുട്ടി ബീച്ചുകൾ ഇതിൻ്റെ ഈ ബോണ്ടായുടെയും കൂജിയുടെയും ഇടയ്ക്ക് വരാറുണ്ട്. ബോണ്ടായും കൂജിയും വലിയ ബീച്ചുകളാണ് കേട്ടോ. ഇതൊരു ചെറിയ ബീച്ചാണ്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് നടന്നു വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ടാംബ്രാമ ബീച്ച് കംപ്ലീറ്റ് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ അടുത്ത ബീച്ചിലോട്ട് പോവാണ്. പോകുന്ന വഴിയിലെല്ലാം കുട്ടി കുട്ടി ബീച്ചുണ്ട്. ഏത് ചെറിയ ബീച്ച് ഉണ്ടാലും നമുക്കൊരു പേരങ്ങിടാം. ഒരു ബീച്ചിൽ ഞാൻ ഗോപിക ബീച്ച് എന്ന് ഇടാൻ പോവാണ് കേട്ടോ. ഗൈസ്, വീണ്ടും ഒരു സ്പോട്ട് കണ്ടെത്തി വെയിൽസ് കാണാൻ പറ്റിയ. കണ്ട അവിടെ കുറച്ച് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ചെയ്യാം, ഫുൾ ഫ്രീഡമാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ അടുത്ത ബീച്ചായ ബ്രോണ്ടി എത്തിയിരിക്കുകയാണ്. ഇതും അത്യാവശ്യം ചെറിയ ബീച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് പല പല ആക്ടിവിറ്റീസ് ചെയ്യാം. ഇവിടെ ആൾക്കാർ സർഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളത് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വെയിൽസിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. നോക്കൊക്കെ, ഞാൻ ഇത്രയും ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ ബീച്ചും ഭയങ്കര തിരക്ക്. ഇത് കണ്ടോ, ബീച്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു പൂള്. ഇങ്ങനത്തെ കുറേ പൂൾസ് ഉണ്ട് ഇവിടെ. ബോണ്ടായി ടു കൂജി, കോസ്റ്റൽ വാക്കിലൊക്കെ നമുക്ക് 1-2 ഇങ്ങനത്തെ പൂൾസൊക്കെ കാണാൻ കിട്ടും. ഇതേ 2 പേര് സ്വിമ്മിങ് പഠിക്കുന്നു. അല്ല, പഠിപ്പിക്കുകയാന്ന് തോന്നല്ലേ. കിടുക്കാച്ചി. റോഡിന് ചുറ്റും പാറകളുടെ ഒരു ഫോർമേഷൻസ് ആണ്. സൺസെറ്റ് ആവാറായി, കണ്ടില്ലേ, ബ്ലൂ സ്കൈന്ന് റെഡ് സ്കൈ ആയി തുടങ്ങി. ഈ വഴി ഞങ്ങൾ നേരെ ചെന്നെത്തുന്നത് വേവർലി സെമിത്തേരി എന്ന് പറഞ്ഞൊരു സെമിത്തേരിയാണേ. അവിടെ 1877 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഭയങ്കര ഓൾഡസ്റ്റ്, ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു സെമിത്തേരിയാണ് കേട്ടോ. സെമിത്തേരി ബൈ ദി സീ എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു ക്ലിഫ് ടോപ്പിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. നല്ല പീസ്ഫുള്ളായിട്ടായിരിക്കും മരിച്ചു പോയവരൊക്കെ
കിടന്നുറങ്ങുന്ന അതിൽ. 1925 കേട്ടോ. ഇത് 1953 തോന്നുന്നു മരിച്ചത്. ആൻഡ് അനദർ, അതെ, വേൾഡ് വാറൊക്കെ തുടങ്ങുന്നതിന് മുന്നേ മരിച്ചവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ റെഡ് സ്കൈ ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടാണ് ദിൽ ചാത്താ ഹൈ എന്ന് പറഞ്ഞ മൂവിയുടെ സോങ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ സെമിത്തേരിക്കുണ്ട്. ഭയങ്കര വലിയ സെമിത്തേരിയാണ്. The cemetery is the wealthiest place in the world എന്ന് ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ. സത്യമല്ലേ, എത്രയോ പേരുടെ ഡ്രീംസും ഐഡിയാസും ഒക്കെ ആയിരിക്കും ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോഴാണ് ലൈഫ് എത്രയോ പ്രിഷ്യസ് ആണെന്ന് മനസ്സിലാവുന്നത്. ഇതിലെ പലർക്കും വളരെ പ്രായം കുറവാണ്. 28ഉം 35ഉം 30ഉം ഒക്കെ വയസ്സായിരുന്നു എഴുതിയിരുന്നത്. മേ ബി അന്നത്തെ ഹെൽത്ത് കെയർ ഇന്നത്തെ അത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ലല്ലോ, അതുകൊണ്ടാവണം. ഏതായാലും വളരെ ചെറിയ മൊമെന്റ് മാത്രമേ നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ പലപ്പോഴും ഞാനത് മറന്നുപോകും. ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്സിനും വീടിനും ഒക്കെ നല്ല വിലയായിരിക്കും കേട്ടോ. റെൻ്റൊക്കെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് തന്നെ ഒരു 700 ആയിരിക്കും സ്റ്റാർട്ടിങ്. അതും വീക്ക്ലി ആണേ. ഓസ്ട്രേലിയയിൽ നമ്മൾ വീക്ക്ലിയാണ് റെൻറ്റ് കൊടുക്കാറ്. അങ്ങനെ ഞങ്ങൾ അടുത്ത മൈൽ സ്റ്റോൺ എത്തി. അതിൻ്റെ പേരാണ് ക്ലോവലി. വളരെ ചെറിയ ബീച്ചാണ്. ഞാൻ ഇവിടാണ് സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എൻ്റെ ചേട്ടനായിരുന്നു കേട്ടോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സമ്മറായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേനും വിൻ്ററായി. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയതുമില്ല. ഞാൻ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് വരെ ആക്കിയായിരുന്നു. പക്ഷെ പിന്നെയും എനിക്ക് വീണ്ടും ഒന്നുകൂടെ പാച്ചപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അതൊരു സ്വിമ്മിങ് പൂളാണേ. പക്ഷേ സെയിം ബീച്ചിൽ തന്നെ വെള്ളം തന്നെ ആയിരിക്കും അതിനകത്തും. ഈ ബീച്ചിലെ വഴിയിൽ മൊത്തം ഇങ്ങനെ കാടാണേ, കണ്ടില്ലേ. ഇതൊരു ചെറിയ ബീച്ചാണ്. ഇവിടെ ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല, ഇരുട്ട് വീണുകൊണ്ടായിരിക്കും. പക്ഷെ വളരെ ചെറിയ ബീച്ചാണ്. ഇവിടെ കൂടുതലും സ്നോർക്ലിങ്ങിനാണ് കേട്ടോ നല്ലത്. ക്ലോവലി ബീച്ച്. ഇത് കണ്ടോ, ഒരു പാർക്കാണ്. വുഡ് കൊണ്ടുണ്ടാക്കിയൊരു പാർക്ക്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നടന്ന് ടയേർഡായി. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുമ്പം കഴിക്കുന്ന ഒരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഷോപ്പൊന്നുമല്ല, അതൊരു ട്രക്കാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ ക്ലോവലി ബീച്ചിൻ്റെ അടുത്ത് ഈ ട്രക്ക് കാണും. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോവുകയാണ്. ഇതാണ് ആ ട്രക്ക് ഞങ്ങൾ മേടിക്കുന്നത്. ഞാനിപ്പോഴും മേടിക്കുന്നത് ഈ സിംഗിൾ പ്ലെയിനാണേ. ചേട്ടൻ എപ്പോഴും ഡബിൾ പ്ലെയിനാണ്. എനിക്ക് സിംഗിൾ പ്ലെയിനാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ആ ഡബിൾ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ഹെവി ആയിട്ട് തോന്നാറുണ്ട്. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഡബിൾ. അങ്ങനെ എൻ്റെ ഐസ്ക്രീം കിട്ടി. സമയം ഇപ്പം 5:45. ഏതാണ്ട് നല്ല രീതിയിൽ ഇരുട്ട് വീണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി കൂജ് വരെ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ക്ലോവലി എന്നുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ക്ലോവലി എന്നുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!